السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. എവിടുന്നാ? അപ്പോൾ ഇന്നാ ഖവാത്തിൽ കാഫത്തുൽ അമൽ സായിദയായ മാ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുഹ്മലാക്കപ്പെടും, അമലിനെ തൊട്ട് തടയപ്പെടും, അമൽ ചെയ്യുകയില്ല. ലൈത്ത പക്ഷെ അങ്ങനെയല്ല. ലൈത്ത മുഹ്മലായിട്ടും മുഹ്മലായിട്ടും വരും, ആമിലായിട്ടും വരും. രണ്ടും പറ്റും. രണ്ടും പറ്റുമെന്ന് മാത്രമല്ല, അമൽ ചെയ്യിക്കലാണ് ഏറ്റവും ഉചിതം എന്നൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് ലൈത്തയിൽ കാഫത്തുൽ അമൽ മാ കടന്നു കഴിഞ്ഞാൽ, കാഫത്തുൽ അമലായ മാ കടന്നു കഴിഞ്ഞാൽ ലൈത്തയുടെ വിഷയം രണ്ടും അനുവദനീയാണെന്നാ. ഇഴ്മാലും പറ്റും, ഇഹ്മാലും പറ്റും. അമൽ ചെയ്യിക്കാനും പറ്റും, അമലിനെ തൊട്ട് മുടക്കാനും പറ്റും. ഏതുപോലെ തന്നെ ഇന്ന മക്സൂറായ ഇന്നയെ ചിലപ്പോൾ മുഷദ്ദദത്തായ ഇന്നയെ ചിലപ്പോൾ മുഖഫഫത്താക്കാറുണ്ട്. ഇന്ന എന്നത് ഇൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ അപ്പൊ ഇന്നയെ പിടിച്ച് ഇൻ എന്നാക്കും. ഇൻ എന്നാക്കുമ്പോൾ ആ ഘട്ടങ്ങളിൽ അമൽ കൊടുത്തിട്ടും ഉപയോഗിക്കാം, അമലില്ലാതെ ഉപയോഗിക്കാം. കാഫത്തുൽ അമൽ സായിദിയായ മാ വരുന്ന വിഷയമല്ല പറയുന്നത്. മാ വന്നു കഴിഞ്ഞാൽ ലൈത്തമ എന്നായി കഴിഞ്ഞാൽ രണ്ടും പറ്റുന്നത് പോലെ തന്നെ ഇൻ എന്നായി കഴിഞ്ഞാലും രണ്ടും പറ്റും. ചെറിയൊരു വ്യത്യാസം. ലൈത്തന്റെ അവിടെ ലൈത്തമ എന്നായാൽ അമൽ ചെയ്യിക്കലാണ് നല്ലത്. ഇന്നായാൽ അമൽ ചെയ്യിക്കാതിരിക്കലാണ് നല്ലത്. അമൽ ചെയ്യിക്കുകയും ചെയ്യാം. മനസ്സിലായോ? അതാ പറയുന്നു. കമാ യജൂസുൽ അംറാനി, യജൂസു ഫീഹൽ അംറാനി എന്ന് പറഞ്ഞു. ഇല്ല ലൈത്ത ഒഴികെ യജൂസു ഫീഹൽ അംറാനി. ലൈത്തയിൽ രണ്ട് കാര്യം അനുവദനീയമാണ്. ഇഴ്മാലും ഇഹ്മാലും പറ്റും. ഏതുപോലെ തന്നെ കമാ യജൂസുൽ അംറാനി, ഈ രണ്ട് കാര്യങ്ങൾ അനുവദനീയമാകുന്നത് പോലെ തന്നെ ഇഴ്മാലും ഇഹ്മാലും അനുവദനീയമാകുന്നത് പോലെ തന്നെ. എവിടെ? ഫി ഇന്നൽ മക്സൂറത്തി, ഇന്നയിൽ രണ്ടും അനുവദനീയമാകുന്നത് പോലെ തന്നെ. എപ്പോഴാണ് ഇന്നയിൽ ഇഴ്മാലും ഇഹ്മാലും അനുവദനീയമാവുക? ഇദാ കാനത്ത് മുഖഫഫത്തൻ മിനസ് സഖീലത്തി, ഇന്നയായാൽ മുഖഫഫത്തൻ തഖ്ഫീഫ് ചെയ്യപ്പെട്ടതായാൽ മിനസ് സഖീലത്തി, മുസക്കലയിൽ നിന്നും മുഖഫഫത്താക്കപ്പെട്ടാൽ, ഷദ്ദുള്ളതിൽ നിന്ന് ഷദ്ദ് ഒഴിവാക്കപ്പെട്ടാൽ. ലാക്കിന്നൽ ഇഹ്മാല, എങ്കിലും ഇഹ്മാല് അമലിനെ തൊട്ട് മുടക്കല് ഹുന ഇവിടെ ഇൻ എന്നതിൽ കസീറത്തുൻ, അതാണ് കൂടുതലും വരുന്നത്. കസീറുന്നോ? കുഴപ്പമൊന്നുമില്ല. ലാക്കിന്നൽ ഇഹ്മാല ഹുന കസീറുൻ, ഈ നുസ്ഖയിൽ കസീറത്തുൻ എന്ന ഇഹ്മാലാണ് കൂടുതലും. കസീറത്തുന്നായാലും കുഴപ്പമൊന്നുമില്ല. അഹ്മല യുഹ്മിലു, ഇഹ്മാല് എന്നതാണ് ലാക്കിന്നന്റെ ഇസ്മ്, അതിന്റെ ഖബറാണ് കസീറത്തുൻ അല്ലെങ്കിൽ കസീറുൻ. ഇഹ്മാല് എന്നത് മുഅന്നസായിട്ടും ഉപയോഗിക്കാം, മുദക്കറായിട്ടും ഉപയോഗിക്കാം. എല്ലാ മസ്തറുകളുടെയും സ്ഥിതി അങ്ങനെ തന്നെ. മസ്തറുകളൊക്കെ കൂടുതലും മുദക്കറായിട്ട് ഉപയോഗിക്കുക, മുഅന്നസായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോ ഇഹ്മാല് മുദക്കറാണ് എന്ന് സങ്കല്പപ്രകാരം കസീറുൻ ഖബർ. ഫാത്തിമത്തു ആലിമത്തുൻ, ഫാത്തിമ ആലിമത്താണ് എന്നാണ് പറയാ. ഫാത്തിമത്തു ആലിമത്തുൻ, ഫാത്തിമയുടെ ഖബറാ. ഫാത്തിമത്തു ആലിമുൻ എന്ന് പറയില്ല. മുബ്തദ
മുദക്കറാണെങ്കിൽ ഖബർ മുദക്കറായിരിക്കും, മുബ്തദ മുഅന്നസ് ആണെങ്കിൽ ഖബർ മുഅന്നസ് ആയിരിക്കും. സലാഹുദ്ദീന ഫാത്തിമ കളിക്കുന്നവളാണ് എന്നല്ലേ നമ്മൾ പറയാ, ഫാത്തിമ കളിക്കുന്നവനാണ് അറിയോ. അതേപോലെ തന്നെ ഇവിടെ മുദക്കറായിട്ടും മുഅന്നസായിട്ടും സങ്കല്പിക്കാൻ പറ്റുന്നതുകൊണ്ട് ഖബറിനെയും രണ്ടായിട്ടും കൊടുക്കാം. എന്തോട്ടെ, ലാക്കിന്നൽ ഇഹ്മാല ഹുന കസീറ അല്ലെങ്കിൽ കസീറുൻ. ലാക്കിന്നൽ ഇഹ്മാല എങ്കിലും ഇഹ്മാലാണ് ഹുന ഇൻ എന്നതിൽ കസീറത്തുൻ അധികരിച്ചത്. ലൈത്തമയില് ഇഹ്മാലായിരുന്നു അധികരിച്ചത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, ഇൻ കുല്ലു നഫ്സിൻ ലമാ അലൈഹാ ഹാഫിൾ വഇൻ കുല്ലു ലമാ ജമീഉൻ ലദൈനാ മുഹ്തറൂൻ എന്ന്. ഇങ്ങനെ ആ ഖിറാഅത്ത് പ്രകാരമാണ് ഷാഹിദാവുള്ളൂ. ഇൻ കുല്ലു ലമാ ജമീഉൻ ലദൈനാ മുഹ്തറൂൻ, അങ്ങനെയാണ് നമ്മളെ ഖിറാഅത്ത്. അതല്ല ഇപ്പോൾ പറയണത്. പിന്നെ ഇങ്ങനെ മുഖഫഫത്തായിട്ട് ഇൻ വരികയാണെങ്കിൽ അതിൻ്റെ ഖബറിൽ ഒരു ഫതഹുള്ള ലാമ് കൊടുക്കൽ നിർബന്ധം. ആ ലാമിന് ഫാരിഖത്തായ ലാമ് എന്ന് പറയും. എന്ത് ലാമ്? ഫാരിഖത്തായ ലാമ്. കാരണം നെഫിന്റെ അദാത്തുകളുടെ കൂട്ടത്തിൽ ഒരു ഇൻ ഉണ്ട്. നെഫിന്റെ അദാത്തിൽ ഇൻ ഉണ്ട്, ഇഷ്ടംപോലെ വരും ആയത്തുകളിൽ. മാ ല നെഫിന്റെ അദാത്തുകളുടെ അതേ അർത്ഥമാണ് ഇൻ എന്നതിന്. അപ്പോ മുസക്കലത്തായ ഇന്നയെ പിടിച്ച് ഇൻ എന്നാക്കി കഴിഞ്ഞാൽ ഇത് തഅ്കീദിന്റെ ഇന്നയാണോ അതല്ല നാഫിയായ ഇൻ ആണോ, തഅ്കീദിന്റെ ഇൻ ആണോ നാഫിയായ ഇൻ ആണോ എന്ന് ഇൽത്തിബാസാവും, കൺഫ്യൂഷൻ വരും. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് മുഖഫഫത്തായ ഇൻ ആണെങ്കിൽ, നാഫിയത്തല്ല മുഖഫഫത്താണ് എങ്കിൽ ഖബറിൽ ഒരു ലാമ് കൊടുക്കും. അപ്പോൾ ലാമ് ഉണ്ടാവൽ നിർബന്ധ. അപ്പോൾ ലാമ് കണ്ടാൽ മനസ്സിലാക്കുക ഇത് നെഫിന്റെ അർത്ഥമല്ല, മുസ്ബത്തായ കലാം തന്നെയാണ്, ഇത് അസ്ൽ ഇന്നയായിരുന്നു എന്ന്. മനസ്സിലായോ? അപ്പോൾ ലാമ് കാണുമ്പോഴാണ് ഇൻ നാഫിയാണോ മുഖഫഫത്താണോ എന്ന് മനസ്സിലാവുക. അപ്പോൾ ലാമ് കൊടുക്കൽ നിർബന്ധ. ഇൻ കുല്ലു നഫ്സിൻ ല മാ അലൈഹാ ഹാഫിൾ, ഇൻ തീർച്ചയായും കാര്യം, തീർച്ചയായും കാര്യം, അല്ലെങ്കിൽ തീർച്ചയായും കാര്യം നോക്കണ്ട, ഇസ്മു ഖബറോടുണ്ട്. ഇൻ കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സും, ഏത് നഫ്സും, ഹാഫിളുൻ ഹാഫിളാണ്, അലൈഹ ആ നഫ്സിന്റെ മേലിൽ ഹാഫിളാണ് എന്നാ. കുല്ലു നഫ്സിൻ മുബ്തദ, ഇൻ കുല്ല നഫ്സിൻ എന്നല്ല, കുല്ലു നഫ്സിൻ അമൽ മുടങ്ങിയിട്ടാ, മുബ്തദായിട്ടാണ്. ഇൻ എന്നതിനെ അമൽ ചെയ്തിട്ടായിരുന്നുവെങ്കിൽ ഇൻ കുല്ല എന്ന് പറയണം. ഇസ്മിനി കിറാബ് നസ്മു ഖബർനി കിറഫു അല്ലേ, അങ്ങനെ നസ്ബോണ്ടല്ല ഇൻ കുല്ലു. ഇഹ്മാല് അധികരിച്ചു വന്നതിനേക്കാണ് ഉദാഹരണം പറയുന്നത്. ഇൻ കുല്ലു നഫ്സിൻ മുബ്തദ ഹാഫിളുൻ ഖബർ, അതിന്റെ ഇടയിൽ ലമ, ലാമ് ഫാരിഖത്തായ ലാമ് മാ സായിദ. ഓക്കെ. വഇൻ കുല്ലുൻ ലമാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, അവിടെ അതുപോലെ തന്നെ ഇൻ കുല്ലുൻ മുബ്തദ, ലാമ് സായിദ, ലാമ് ഫാരിഖത്ത് മാ സായിദ, ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും, ജമീഉൻ എന്ന് തഅ്കീദ്, മുഹ്ളറൂന ലദൈന നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും എല്ലാവരും, നിങ്ങളെല്ലാവരും, മുഹ്ളറൂന ലദൈന, ലദൈന മുഹ്ളറൂൻ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടും, എല്ലാവരും നമ്മുടെ അടുത്ത് കൊണ്ടുവരും. ഇവിടെ അതുപോലെ തന്നെ കുല്ലുൻ മുബ്തദ മുഹ്ളറൂന ഖബർ, ഇൻ ഹർഫ് തഅ്കീദ് മുഖഫഫത്ത്. വഖുരിഅ ബിഹിമ, എന്നാൽ ഇഅ്മാലും വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതാണ് നമ്മുടെ വിഷയം, രണ്ടും പറ്റുമെന്നത്. വഖുരിഅ ബിഹിമ, രണ്ട് കാര്യം കൊണ്ടും ഖിറാഅത്ത് വന്നിട്ടുണ്ട്, ഓതപ്പെട്ടിട്ടുണ്ട്. ഇഅ്മാൽ കൊണ്ടും ഇഹ്മാൽ കൊണ്ടും ഓതപ്പെട്ടിട്ടുണ്ട്. ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗലിനെ, വഇൻ കുല്ലൻ വഇൻ കുല്ലുൻ, രണ്ട് ഖിറാഅത്തുണ്ട്. വഇൻ കുല്ലൻ ലമാ ലയുവഫിയന്നഹും റബ്ബുക അഅ്മാലഹും, വഇൻ കുല്ലൻ, ഇൻ ഇന്നാണ്, തീർച്ചയായും, കുല്ലൻ അല്ലെങ്കിൽ കുല്ലുൻ എല്ലാവരും,
മനുഷ്യന്മാരെല്ലാവരുമാകുന്നത് ലാമുഫാരിക്കത്ത് മസായിദ ലയുവഫിയന്നഹും തീർച്ചയായും അവർക്കെല്ലാവർക്കും പൂർത്തിയായിട്ട് നൽകും. റബ്ബുക നബിയെ തങ്ങളുടെ റബ്ബ് അവർക്കെല്ലാവർക്കും പൂർണ്ണമായിട്ട് തന്നെ നൽകും. അഅ്മാലഹും ഐ സവാബ അഅ്മാലിഹിം അവരുടെ പ്രവർത്തനങ്ങളുടെ അമലുകളുടെ സവാബിന്. ഓല അമലുകൾ പൂർത്തിയായിട്ട് അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഓല അമലുകൾക്കുള്ള സവാബുകളും പ്രതിഫലവും പൂർണ്ണമായിട്ട് തന്നെ കൊടുക്കും. ചെയ്ത അമലുകളൊന്നും മുക്കിയിട്ട് എനിക്ക് കൂലില്ല എന്നൊന്നും പറയില്ല. ലാ ദുൽമൽ യൗം ഒരു ദുൽമും ഈ പ്രതിഫലം കൊടുക്കുന്ന നാളിൽ അല്ലാഹു തആല കാണിക്കൂല. അല്ലാത്തപ്പോഴും കാണിക്കൂല. അന്ന് കാണിക്കൂല പറഞ്ഞാൽ പിന്നെ അന്നാണ് പിന്നെ വിധി തീർപ്പാക്കണ വിഷയം സമയം. അന്ന് അനീതി കാണിക്കൂലെങ്കിൽ പിന്നെ വേറെ ദിവസം അനീതി കാണിക്കാനുള്ളൊരു ചാൻസ് കുറവാ. അപ്പൊ അന്ന് തന്നെ അനീതി കാണിക്കൂലെങ്കിൽ പിന്നെ അല്ലാത്തന്ന് ഏതായാലും കാണിക്കൂല. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ വിഷയം ഇവിടെ വഇൻ കുല്ലൻ വഇൻ കുല്ലുൻ ഇബ്നു ആമിർ, ആസിം, ഹംസ എന്നവരൊക്കെ പിന്നെ കുല്ലൻ എന്ന് ഖിറാഅത്ത് നടത്തിയിട്ടുണ്ട്. അല്ല കുല്ലുൻ എന്ന് ഖിറാഅത്ത് ചെയ്ത ആളുകളുണ്ട്. പോട്ടെ, അപ്പൊ രണ്ടും പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞ്. അപ്പോ ലൈത്തമയിൽ രണ്ടും പറ്റും എന്ന് പറഞ്ഞപ്പോ അതുപോലെ തന്നെയാണ് മുഖഫഫത്തായ ഇൻ അവിടെ രണ്ടും പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നയെ മുഖഫഫത്തായിട്ട് ഇൻ എന്ന് ഉപയോഗിക്കാറുണ്ട് എന്നും പറഞ്ഞു, എന്ന് പറയാതെ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതിനോട് ചോദിച്ചിട്ട് പിന്നെ ഈ ഇന്ന അഹ്വാത്തിൽ വേറെ ഇതിനൊക്കെയാണ് തഖ്ഫീഫാക്കുന്നത് എന്നതാണ് ഇനി പറയുന്നത്. ഇന്നയെ ഇൻ എന്നാക്കാറുണ്ട്. അതുപോലെ ലാക്കിന്നയെ, അന്നയെ ഇതൊക്കെ തഖ്ഫീഫാക്കാറുണ്ട്. അതാണ് ഇനി പറയുന്നത്. അമ്മ ലാക്കിന്ന, അപ്പോൾ ലാക്കിന്ന ഹർഫു ഇസ്തിദ്റാക്കിൻ, ആര്? ഇസ്തിദ്റാക്കിന്റെ ഹർഫാണ് ലാക്കിന്ന. ആ ലാക്കിന്ന ഇതാകാനത്ത് ലാക്കിന്നയാണെങ്കിൽ മുഖഫഫതൻ മുഖഫഫത്തായി കഴിഞ്ഞാൽ ഫതുഹ്മലു വുജൂബൻ, ഫതുഹ്മലു അതിനെ ഇഹ്മാൽ ചെയ്യപ്പെടണം, അമലിനെ തൊട്ട് മുടക്കപ്പെടണം, വുജൂബൻ നിർബന്ധമായിട്ടും. അവിടെ രണ്ടും പറ്റൂല. ലാക്കിന്ന എന്നത് ലാക്കിൻ എന്നായി കഴിഞ്ഞാൽ പിന്നെ അമൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? സവാൽ ഇഖ്തിസാസിഹാ ബിൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയ ജുംലകളെ കൊണ്ട് മുഖ്തസാവണം, പ്രത്യേകമാവണം ഇന്ന അഖവാത്ത് എന്ന ആ ഒരു പ്രത്യേകത ലാക്കിൻ എന്നായി കഴിഞ്ഞാൽ നീങ്ങിപ്പോയി. ഇസ്മിയ ജുംലയിലും ഫീലിയ ജുംലയിലും ഒക്കെ കിടക്കും. പിന്നെ അതായത് സവാൽ ഇഖ്തിസാസിഹ ലാക്കിന്നയുടെ പ്രത്യേകത നീങ്ങിപ്പോയി. എന്തുകൊണ്ട് പ്രത്യേകമാവുക ലാക്കിന്ന? ബിൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയ ജുംലകളെ കൊണ്ട് പ്രത്യേകമാവുക എന്ന കാര്യം നീങ്ങിപ്പോയ കാരണം കൊണ്ട് അമലിനെ തൊട്ട് മുടക്കൽ നിർബന്ധമാണ്. നഹു വലാകിൻ കാനു ഹുമുൽ ളാലിമീൻ, വലാകിൻ എങ്കിലും കാനു അവരായി, ഹും അവര് അൽദാലിമീന ളാലിമീങ്ങൾ തന്നെയായി. ഇവിടെ ഫീലിയ ജുംലയിലാണ് കടന്നത് ലാക്കിൻ. ഇനി ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി, അല്ലേ? ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി മിൻഹും, ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി, ഇൽമിൽ ആഴത്തിൽ ഇറങ്ങിയതായ ആളുകൾ, വേരൂന്നിയതായ ആളുകളാവുന്നത്, എങ്കിലും ഇൽമിൽ വേരൂന്നിയതായ ആളുകൾ എന്ന് മുബത്തയായിട്ട് അറാസിഖൂന, അറാസിഖൂന വാവുകൊണ്ട് റഫ്, ലാക്കിൻ എന്നതിന് അമലില്ല. അമലുണ്ടായിരുന്നെങ്കിൽ ലാക്കിൻ അറാസിഖീന എന്ന് വായിക്കണം, യാവുണ്ട് നസ്ബ്. അപ്പോൾ അമലിനെ തൊട്ട് മുടക്കപ്പെട്ടു. ഫദഖലത്ത്, അപ്പൊ ഈ രണ്ട് ഉദാഹരണത്തിലും ലാക്കിൻ കാനു എന്നതിലും ലാക്കിൻ അറാസിഖൂന എന്നതിലും ഒന്നില് ലാക്കിൻ കാനു ഫീലിയ ജുംല, ലാക്കിൻ അറാസിഖൂനയില് ഇസ്മിയ ജുംല. ഫദഖലത്ത് ഈ ലാക്കിൻ പ്രവേശിച്ചു, അലൽ ജുംലത്തൈനി രണ്ട് ജുംലകളുടെ മേലും പ്രവേശിച്ചു, ഇസ്മിയ ജുംലയിൽ മാത്രമേ പ്രവേശിക്കുള്ളൂ എന്ന ഒരു പ്രത്യേകത ലാക്കിന്നെ പോയി ലാക്കിൻ എന്നായപ്പോൾ വന്നു. മനസ്സിലായോ? ഇസ്മിയ ജുംലയിൽ മാത്രമേ പ്രവേശിക്കുള്ളൂ എന്നുള്ള ആ പ്രത്യേകത നീങ്ങിപ്പോയി. രണ്ടിലും കിടക്കാം എന്ന രീതിയിലേക്ക് എത്തി. ഇത് പറയാം. അപ്പൊ ലാക്കിൻ രണ്ട് ജുംലയിലും പ്രവേശിച്ചു. ഇനി അന്ന വഅമ്മ അന്നൽ മഫ്തൂഹത വഅമ്മ അന്നൽ മഫ്തൂഹതു,
അപ്പോൾ ഫതഹാക്കപ്പെട്ട അന്നയാകുന്നത് ഇദാ ഖുഫിഫത്ത് അതിനെ തഖ്ഫീഫ് ചെയ്യപ്പെട്ടാൽ ഫതുഅമലു വുജൂബൻ നിർബന്ധമായിട്ടും അതിനെ അമൽ ചെയ്യിക്കപ്പെടണം. ആയിക്കോട്ടെ എന്നാ അങ്ങനെയാക്കാം. ഫതഅമലു അപ്പോൾ അന്ന അമൽ ചെയ്യും, അന്നത് അൻ അമൽ ചെയ്യും, വുജൂബൻ നിർബന്ധമായിട്ട് അമൽ ചെയ്യും. അല്ലെങ്കിൽ തുഅമലു അമൽ ചെയ്യിക്കപ്പെടും അന്നയെ. അപ്പൊ എന്തായി പാകത്തുക? ഇന്നയെ ഇൻ എന്നാക്കിയാൽ രണ്ടും പറ്റും, ഇഹ്മാലും ഇഹ്മാലും പറ്റും. ഇഹ്മാലാണ് കൂടുതൽ. ലാക്കിന്നയെ ലാക്കിൻ എന്നായി കഴിഞ്ഞാൽ ഇഹ്മാൽ മാത്രമേ പറ്റുള്ളൂ. അന്നയെ അൻ എന്നാക്കി കഴിഞ്ഞാൽ അന്ന പോലെ തന്നെ ഇഹ്മാൽ മാത്രമേ പറ്റുള്ളൂ, ഇഹ്മാൽ പറ്റില്ല. വലാക്കിൻ പക്ഷേ യജിബു, ലാക്കിൻ യജിബു ഫീലിയ ജുംലയിൽ പ്രവേശിച്ചു. ലാക്കിൻ എങ്കിലും യജിബു ഹീനൈദിൻ അന്നയെ മുഖഫഫത്തായിട്ട് അൻ എന്നാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് നിർബന്ധമാണ് ഫീ ഗൈരി ലറൂറത്തിൻ ലറൂറത്തിന്റെ ഘട്ടം അല്ലാത്ത സന്ദർഭങ്ങളിൽ, ലറൂറത്തല്ലാത്ത ഘട്ടങ്ങളിൽ നിർബന്ധമാണ്. ലറൂറത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തിന്റെ ബുദ്ധിമുട്ട്, ബൈത്തൊക്കെ ബഹറും ഇതൊക്കെ ഒത്തു വരണമെങ്കിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ കുറെ നെഹ്വിന്റെ നിയമങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. പാട്ട് ഇതിന്റെ ട്യൂണ് ശരിയാവണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ബൈത്തിന്റെ ലറൂറത്ത് എന്ന് പറയാം. ലറൂറത്തു ഷിയർ, ഷിയറിന്റെ ലറൂറത്ത്. അങ്ങനെ ലറൂറത്തിന്റെ ഘട്ടം അല്ലാത്ത സന്ദർഭങ്ങളിൽ അന്നയെ തഖ്ഫീഫാക്കപ്പെട്ടാൽ നിർബന്ധമാണ് ഹദ്ഫുസ്മിഹ, അൻ എന്നതിന്റെ ഇസ്മിനെ കളയപ്പെടൽ നിർബന്ധമാണ്. മനസ്സിലായോ? അപ്പൊ അന്നയെ മുഖഫഫത്താക്കി അൻ എന്നാക്കുകയാണെങ്കിൽ ഇസ്മിനെ കളയപ്പെടും. ഗദ്യങ്ങളിൽ, പദ്യങ്ങളിൽ ചിലപ്പോൾ ഇസ്മ പറയും, ഗദ്യത്തിൽ ഇസ്മിനെ കളയപ്പെടും. പിന്നെ മത്ന് നോക്ക്, വലാകിൻ യജിബു ഫീ ഗൈരി ലറൂറത്തിൻ ലറൂറത്ത് അല്ലാത്തയിടത്ത് നിർബന്ധമാണ് ഹദ്ഫുസ്മിഹ, അൻ എന്നതിന്റെ ഇസ്മിനെ കളയൽ നിർബന്ധമാണ്. പിന്നെ പിന്നെന്താ മത്തിന്? ലമീറാണോ ലമീരിനാ? ലമീരി ശഅ്നി, അതായത് ശഅ്നിന്റെ ലമീറിനെ ഏതാണ്? ഇസ്മ. ഇസ്മ എന്തായിരിക്കും? ലമീരി ശഅ്നി, ശഅ്നിന്റെ ലമീറായി വരുന്നതായ ഇസ്മിനെ കളയൽ നിർബന്ധമാണ്. അതിന് പുറമെ അതായത് ലമീർ ഇസ്മിനെ കളയണം, ആ ഇസ്മ ശഅ്നിന്റെ ലമീറായിരിക്കും, അതും നിർബന്ധമാണ്. അതിന് പുറമെ വകൗനു ഖബരിഹ ജുംലത്തൻ, അന്നിന്റെ ഖബർ ജുംലയാവലും നിർബന്ധമാണ്. ജുംലയാവൽ നിർബന്ധമാണ്. പക്ഷെ ജുംലയാലും പോരാ, മഫ്സൂലത്തുൻ, മഫ്സൂലത്തൻ പിരിക്കപ്പെട്ടതായ ജുംലയാവണം. എന്തിനെ തൊട്ട് പിരിക്കപ്പെട്ടു? മിൻ അൻ, മുഖഫഫത്തായ അന്നിനെ തൊട്ട് പിരിക്കപ്പെട്ട ജുംലയാവണം. എപ്പോ? ഇംബുദി അത്, ആ ജുംലയെ തുടങ്ങപ്പെട്ടാൽ ബി ഫിഇലിൻ മുത്തസ്വരിഫിൻ, മുത്തസ്വരിഫായ ഫീൽ കൊണ്ട് തുടങ്ങപ്പെട്ട ജുംലയാണെങ്കിൽ, ജാമിദ് അല്ലാത്ത ഫീല്, ജാമിദ് മുത്തസ്വരിഫ് രണ്ടെണ്ണാണല്ലോ, ജാമിദായ ഫീലിയായ ജുംലയല്ല, മുത്തസ്വരിഫായ ഫീലിയായ ജുംലയാണെങ്കിൽ അപ്പോൾ ആ അന്നിന്റെയും ഈ ഖബറായിട്ട് വന്ന മുത്തസ്വരിഫായ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലന്റെയും ഇടയിൽ പിരിക്കണം. മുത്തസരിഫായ ഫീൽ തന്നെ എല്ലാ ഫീലും അല്ല, വൈരി ദുആഇൻ, ദുആന്റെ മാനാക്കുള്ളതല്ലാത്ത മുത്തസരിഫായ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഖബറെങ്കിൽ ആ ജുംലയുടെയും ഖബറാകുന്ന ആ ജുംലയുടെയും മുഖഫഫത്തായ ഈ അൻ എന്നതിൻ്റെയും ഇടയിൽ പിരിക്കപ്പെടണം. എന്തുകൊണ്ട്? ബി ഖദ്, ഖദ് എന്ന ഹർഫ് കൊണ്ടോ, ഔ ബി ഹർഫി തൻഫീസിൻ, അല്ലെങ്കിൽ തൻഫീസിന്റെ സീന് കൊണ്ടോ, ഔ ഹർഫി നഫീൻ, ഔ നഫീൻ അല്ലെങ്കിൽ നഫിന്റെ ഹർഫ് കൊണ്ടോ, ഔ ലൗ അല്ലെങ്കിൽ ലൗ കൊണ്ടോ പിരിക്കപ്പെടണം. മനസ്സിലായോ? ഇതൊക്കെ ഗദ്യത്തിലുള്ള നിയമ. മനസ്സിലായില്ലേ? പിന്നെ അപ്പോ നേരൂഫിന്റെ സംശയം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ചോദിക്ക്. അപ്പൊ അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ തീർച്ചയായും കാര്യം, ഷഅ്നിന്റെ ളമീറാണ് ഇസ്മ, അത് കളയപ്പെട്ടു. അപ്പോ തീർച്ചയായും കാര്യം. എന്താ കാര്യം?
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ കാര്യം. ആ കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അൻ വന്നിട്ട് ലാ, എഫിന്റെ അർഫ് വന്നു, പിന്നെയാണ് ജുംല ഖബർ വരുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ആ ജുംലന്റെയും പിന്നെ അന്നിന്റെയും ഇടയിൽ നെഫിന്റെ അർഫ് കൊണ്ട് പിരിച്ചു. അവിടെ പിന്നെ വേറൊന്നുണ്ട്, മുത്തസരിഫായ ഫീലുണ്ടെന്നല്ല തുടങ്ങിയിരിക്കണേ ജുംല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീലിയ ജുംല അല്ലല്ലോ, ഇസ്മിയ ജുംല. മുത്തസരിഫായ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംല ജാ സെയ്ദുൻ, ജാമിദായ ഫീൽ ലൈസ സെയ്ദുൻ ആലിമൻ അല്ലെങ്കിൽ അസായിയക്കൂനു. ജാമിദായ ഫീലുകൾ പിന്നെ കാദ, കറുബ, ഔഷക്ക, അതേമാതിരി പിന്നെ നിയമ, ബിസ, ലൈസ, ഇതൊക്കെയാണ് ജാമിദായ ഫീലുകൾ. അത്തരം ജുംലകൾ അല്ല. പിന്നെ സാധാ ഫീലുകൾ, മുത്തസരിഫായ ഫീല്, അതന്നെ ദുആന്റെ മാനാക്കാവുകയും ചെയ്യരുത്. നോക്കാം നമുക്ക്. അപ്പോൾ വലാക്കിൻ എങ്കിലും യജിബു ഹീനൈദിൻ, അന്നയെ മുഖഫഫത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിർബന്ധമാണ് ഫി ഗൈരി ളറൂറത്തിൻ, നസ്റുകളിൽ, ശിഅറുകളിലല്ല, നസ്റുകളിൽ, ഗദ്യങ്ങളിൽ. അതാണ് ഫി ഗൈരി ളറൂറത്ത് കൊണ്ട് ഉദ്ദേശം. ളറൂറത്ത് അല്ലാത്ത സന്ദർഭങ്ങളിൽ നിർബന്ധമാണ് ഹദ്ഫു ഇസ്മിഹ, ഇസ്മിനെ, അന്നിന്റെ ഇസ്മിനെ കളയൽ നിർബന്ധമാണ്. പിന്നെ ശേഷം മത്തനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അതൊക്കെ എവിടെ? ഗദ്യത്തിൽ. അമ്മാഫിൽ ലറൂറത്തി, അപ്പോൾ ഷിഅറിന്റെ ലറൂറത്തിലോ, ബൈത്തിന്റെ ബുദ്ധിമുട്ടിന്റെ സന്ദർഭങ്ങളിൽ ഫലാ യജിബു, അക്കാര്യം നിർബന്ധമല്ല. എക്കാര്യം? ഇസ്മിനെ കളയൽ എന്ന കാര്യം നിർബന്ധമല്ല. കഖൗലിഹി, ഷായറിന്റെ കൗല് പോലെ, ബി അൻകാ റബീഉൻ വ ഗൈസും മരീഉൻ വ അൻകാ ഹുനാകാ തകൂനു സിമാല. ബി അൻക, ബി അൻക റബീഉൻ, ബി അൻക തീർച്ചയായും നീയാകുന്നത്, റബീഉൻ വസന്തമാണ്, വ ഗൈസുൻ മഴയാണ്, മരീഉൻ സമൃദ്ധമായ മഴയാണ്. ഹനീഅൻ മരീഅൻ കസീറുൻ നബാത്ത്, മഴ പെയ്തിട്ട് നല്ല ബർക്കത്തുള്ള മഴയാണ്. അതുകൊണ്ട് എന്തായി? നല്ല സസ്യലതാദികൾക്കൊക്കെ വെള്ളം കിട്ടി, എല്ലാത്തിനെയും മുളപ്പിക്കുന്ന മഴക്കാണ് മരിയായ മഴ എന്ന് പറയാം. അപ്പൊ ഇനി റബി ആണ്, വൈസുൻ മരിയുൻ, മരിയായ മഴയുമാണ്. വ അൻക, നിശ്ചയം നീയാവുന്നത്, അന്നക്ക എന്നുണ്ടായിരുന്നു, അതിനെ അൻക എന്നാക്കി. വ അൻക നീയാവുന്നത്, ഹുനാക്ക അവിടെ, തെക്കൂനു നീയാകും. വ അൻക എന്നാണ് അതിലുള്ളത്, അല്ല ബൈത്തിൽ അൻക എന്നുള്ളത്. പിന്നെ അർത്ഥം കുഴപ്പമൊന്നുമില്ല, ബൈത്തിലുള്ള അൻക എന്നാണ്. അൻക ഹുനാക്ക അവിടെ നീയാവും, തെക്കൂനു നീയാവും, അസിമാലൻ, അസിമാല സിമാലാവും. സിമാൽ എന്ന് പറഞ്ഞാൽ വലിയ സഹായം, റിയാസ്, നീ വലിയ സഹായമായിട്ട് മാറും. ഇവിടെ നമ്മുടെ വിഷയം എന്താ? അൻക, മുഖഫഫത്തായ അന്നിന്റെ ഇസ്മിനെ പറഞ്ഞു. ഷെഫിനിന്റെ ലമീറും അല്ല, സാധാ ലമീറാണ്, പിന്നെ ഖിതാബിന്റെ ലമീറാണ്, അതിനെ കളഞ്ഞിട്ടില്ല, പറയുകയും ചെയ്തു. മനസ്സിലായോ? ജുംല ഖബർ ജുംല ആവണമെന്നൊക്കെ പറഞ്ഞിരുന്നു നസറാണെങ്കിൽ. അതൊന്നും ഇവിടെ വാദകല്ല. കാരണം ഇവിടെ എന്താ? ഖബർ ബിഅൻക റബീഉൻ, ജുംല അല്ല, മുഫ്രദ ഇസ്മ. മനസ്സിലായില്ലേ? ജുംലയായിട്ടും വരാം. അതിന് ഉദാഹരണമാണ് രണ്ടാമത്തെ ശിക്കലുള്ളത്, രണ്ടാമത്തെ ശത്രുലുള്ളത്. അൻക തെക്കൂനു, അൻക നിശ നീയാവുന്ന, തെക്കൂനു നീയാകും, ഹുനാക്ക അവിടെ, അസിമാല സിമാലാവും. അവിടെയോ അൻ മുഖഫഫത്ത് ഹർഫു തഅക്കീദ്, ക ലമീർ അന്നന്റെ ഇസ്മ്, തെക്കൂനു ഫീൽ മുളാരി നാഖിസ് ലമീർ ഇസ്മ്, അസിമാല അതിന്റെ ഖബർ, ഹുനാക്ക ലർഫ് തഅല്ലുഖ് തെക്കൂനുവിനോട്. അവിടെ ആ തെക്കൂനു എന്ന ഫീല് അതിന്റെ ഇസ്മും ഖബറും കൂടി ജുംലയാണ്, അന്നിന്റെ ഖബർ. അപ്പൊ അന്നിന്റെ ഖബർ ജുംലയായിട്ടും വന്നു, മുഫ്രദായിട്ടും വന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ ബൈത്തിലാവുമ്പോൾ
പ്രശ്നമല്ല. അപ്പോൾ രണ്ടിനും ഉദാഹരണമാണ് പിന്നെ മുഫ്രദായ ഇസ്മ ഖബറായി വന്നതിനും ജുംല ഖബറായി വന്നതിനും ഉദാഹരണമാണ് ഇത് എന്ന് ഹാഷ്യക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താക്കാൻ പറ്റൂല, അൻത എന്നാക്കാൻ പറ്റൂല. അൻക, അൻ എന്നതിന്റെ ഖബർ ജുംലയായിട്ട് വരും എന്നതിന് ബൈത്തുകളിൽ ജുംലയായിട്ടും വരും മുഫ്രദായിട്ടും വരും എന്നതിന് രണ്ടിനും ഉദാഹരണമായിട്ട് ഈ ബൈത്താ പറയുന്നത്. ഈ ബൈത്തിൽ രണ്ടായിട്ടും വന്നല്ലോ, രണ്ടു കാലത്തിലും വന്നില്ലേ. ആദ്യത്തെ ഒന്നാം ഭാഗത്ത് മുഫ്രദ് ഖബറായിട്ട് വന്നു, രണ്ടാം ഭാഗത്തോ ജുംല അന്നിന്റെ ഖബറായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട് ഈ ബൈത്തിനെ പറ്റിയിട്ട്. അപ്പൊ എന്താണ്, രണ്ടാം പൊളിയിലും അൻക തന്നെ ആവണം, അപ്പോഴേ അതിന്റെ ഖബർ ജുംല എന്ന് പറയാൻ പറ്റുള്ളൂ. അൻത എന്നാണെങ്കിൽ പിന്നെ ആ ചർച്ച അവിടെ വരുന്നില്ല. ഓക്കെ. പിന്നെ വയജിബു അയ്ലൻ, അതിന്റെ പുറമെ നിർബന്ധമാണ് കൗനുഹു, ഈ ഇസ്മാവുക, ഇസ്മിനെ കളയപ്പെടണം. ബൈത്തിന്റെ നിയമം നമ്മൾ പറഞ്ഞു, അത് പിന്നെ മാറ്റി നിർത്താം നമുക്ക്. പിന്നെ അപ്പോ അൻ മുഖഫത്താവുമ്പോ അതിന്റെ ഇസ്മിനെ കളയൽ നിർബന്ധമാണ്. പിന്നെ അതിന് പുറമെ വയജിബു അയ്ലൻ, അതിന്റെ പുറമെ നിർബന്ധമാണ് കൗനുഹു, ആ ഇസ്മാവൽ നിർബന്ധമാണ്. ലമീറ ഷഅ്നി, ഷഅ്നിന്റെ ലമീറാവൽ നിർബന്ധമാണ്, ഷഅ്നിന്റെ ലമീറാവുകയും വേണം. മാത്രമല്ല വകൗനു ഖബരിഹ ജുംലത്തൻ ഇസ്മിയത്തൻ ഔ ഫിഇലിയത്തൻ, വകൗനു ഖബരിഹ, അതിന്റെ ഖബറാവുക ജുംലത്തൻ ഇസ്മിയത്തൻ ഔ ഫിഇലിയത്തൻ, ഇസ്മിയോ ഫിഇലിയോ ആയ ജുംലയാവുകയും വേണം. ഫലിസ്മിയത്തു, ഇസ്മിയ ജുംലയാവുന്ന നഹു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൻ, തീർച്ചയായും കാര്യം, അൽഹംദുലില്ലാഹ്, എന്താ കാര്യം, വലിയൊരു കാര്യം പറയാണ്ട്. എന്താ കാര്യം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അല്ലാഹ്ക്കാണ്, അതിനാണ് കാര്യം. മനസ്സിലായില്ലേ? പിന്നെ അൻ ഹർഫ് തഅക്കീദ് മുഖഫഫത്ത്, ഇസ്മു മഹദൂഫ്, ഷൈഇന്റെ ലമീറായിരുന്നു ഇസ്മ, അത് മഹദൂഫാണ്. അൻകിറാബ് നസ്ബ്, അൽഹംദു മൂത്ത, ലില്ലാഹി ജാർ മജ്റൂർ ഖബർ, മൂത്തി ഖബറും കൂടിയ ഇസ്മിയ ജുംല അൻ എന്നതിന്റെ ഖബർ. പിന്നെ ഐ അന്നൽ അംറ അബിസ്സഅന, കാര്യം ശഅനാകുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. മനസ്സിലായോ? ഇവിടെ ഇസ്മിയായ ജുംലയാണ് ഖബറായിട്ട് വന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ ഇനി പിരിക്കണം, അതുകൊണ്ട് പിരിക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് പിരിക്കണം എന്നുള്ള വിഷയങ്ങളൊന്നും വരാല്ല. നേരെ മറിച്ച് അമൽ ഫീലിയത്തു, ഫീലിയായ ജുംലയാണെങ്കിൽ, ഫീലിയായ ജുംലയാവുന്നത് അന്യന്നതിന്റെ ഖബർ ഫീലിയായ ജുംലയായിട്ടാണ് വരുന്നതെങ്കിൽ ഫയജിബു കൗനുഹ, ആ ഫീലിയായ ജുംലയാവൽ നിർബന്ധാണ്. മഫ്സൂലത്തൻ മിൻ അൻ ഇൻ ബുദിഅത്, മഫ്സൂലത്തൻ അതിനെ പിരിക്കപ്പെട്ടതാവണം, ആ ജുംലയെ പിരിക്കപ്പെട്ടതാവണം. മിൻ അൻ, അന്നിനെ തൊട്ട് പിരിക്കപ്പെടണം, അതായത് അന്നിന്റെയും ജുംലന്റെയും ഇടയിൽ വരണം. എപ്പോ? ഇൻ ബുദിഅത്, ആ ജുംല തുടങ്ങപ്പെട്ടാൽ ബി ഫീലി മുത്തസരിഫിൻ, മുത്തസരിഫായ ഫീൽ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലയാണെങ്കിൽ ആ ജുംലയുടെയും ഖബറായിട്ട് വന്ന ആ ജുംലയുടെയും ആമിലാവുന്ന അന്നിന്റെയും ഇടയിൽ പിരിക്കപ്പെടണം. മുത്തസരിഫായ ഏത് ഫീല്? വൈരി ദുആഇൻ, ദുആ അല്ലാത്തതായ, ദുആന്റെ മാനാക്കുള്ളത് അല്ലാത്ത മുത്തസരിഫായ ഫീൽ കൊണ്ട് തുടങ്ങപ്പെട്ട ഫീലാണെങ്കിൽ ആ ഫീലിന്റെയും അന്നിന്റെയും ഇടയിൽ പിരിക്കപ്പെടണം, അതും നിർബന്ധമാണ്. വയക്കൂന് ഫസ്ലുഹ, ആ പിരിക്കലാവും ഇമ്മാ ബി ഖദ്, ഒന്നുകിൽ ഖദ് കൊണ്ടാവും. നഹു വനഅലമു അൻ ഖദ് സ്വദഖതന, വനഅലമു നമുക്കറിയാം, അൻ തീർച്ചയായും കാര്യം, തീർച്ചയായും ഖദ് സ്വദഖതന, നീ നമ്മളോട് സത്യമാണ് പറഞ്ഞത്. എന്താണ് കാര്യം? നീ സത്യം പറഞ്ഞു എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ ഖദ് കൊണ്ട് പിരിച്ചു, സ്വദഖത മുത്തസരിഫായ ഫീലാണ്, ദുആന്റെ മാനാക്കൊന്നുമല്ല. ഓക്കെ. ഔ ബി ഹർഫി തൻഫീസിൻ, അല്ലെങ്കിൽ തൻഫീസിന്റെ ഹർഫിനെ കൊണ്ട് പിരിക്കണം. നഹു അലിമ അൻ സയകൂനു മിൻകും, അലിമ അൻ സയകൂനു, സയകൂനല്ല സയകൂനു, അന്ന നാസിബല്ലത്, ഇത് അന്നയാണ് സാധനം. അലിമ അൻ സയകൂനു, അൻ സയകൂനു, അത് പിന്നീട് സംഭവിക്കും, ഉണ്ടാവുമെന്ന് അവൻ അറിഞ്ഞു. ഇവിടെ അലിമ അൻ തീർച്ചയായും കാര്യം, സയകൂനു സീന കൊണ്ട് പിരിച്ചു, കാനയക്കൂനു മുത്തസരിഫായ ഫീല, കാനയക്കൂനു കൗനം ഫവ കായിനുൻ, കാന കാന കാനു കാനത്ത് കാനത്ത കുന്ന, ഇങ്ങനെ മാദി മുദാരി അമ്രുൻ നഹി ഒക്കെ ഉള്ള സാധനം. പിന്നെ ഔ ഹർഫി നഫീൻ, അല്ലെങ്കിൽ നഫിന്റെ ഹർഫ് കൊണ്ട് പിരിക്കണം. നഹു വഹസിബു അല്ലാ തകൂന ഫിത്ന, അല്ലാ തകൂനു ഫിത്ന, വഹസിബു അൻ ലാ തകൂനു ഫിത്നതുൻ, ഹസിബു അവർ വിചാരിച്ചു, അൻ തീർച്ചയായും കാര്യം, ലാ തകൂനു ഫിത്ന, ഫിത്ന ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യം അവർ വിചാരിച്ചു. ഇവിടെ ല, നഫിന്റെ ലാ കൊണ്ട് പിരിച്ചു. അലിമ അൻ ലൻ തുഹ്സുഹു,
നഫിന്റെ അർഫ് എന്ന് പറഞ്ഞാൽ ലാ തന്നെ ആവണമെന്നില്ല അറിയിക്കാൻ. അലിമ അൻ തീർച്ചയായും കാര്യം ലൻ തുഹ്സൂഹു ലന്നോണ്ടായിരിച്ചു നഫിന്റെ അർഫ്. മനസ്സിലായോ? ഇവിടെയൊക്കെ ഖബറു തുഹ്സൂഹു അഹ്സായുഹ്സി അയഹ്സബു അൻ ലം യറഹു അഹദ് ലമ്മോണ്ട് വിരിച്ചു. നഫിന്റെ അർഫ് ഏതായാലും വേണ്ടില്ല, ലമ്മോ ലന്നോ ലായോ. അയഹ്സബു അവൻ വിചാരിക്കാണോ അൻ ലം യറഹു അഹദ് അഹദുൻ ഒരാളും അവനെ കണ്ടിട്ടില്ല എന്നാണോ അവൻ വിചാരിക്കണത്? തെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നും കാണാതെ ഒറ്റക്ക് പിന്നെ തെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നാണോ വിചാരിക്കണേ? അള്ളാഹു കാണുന്നുണ്ട്. പിന്നെ അയഹ്സബു അൻ തീർച്ചയായും കാര്യം ലം യറഹു അവനെ കണ്ടിട്ടില്ല അഹദുൻ ഒരാളും കണ്ടിട്ടില്ല എന്നതാണ് കാര്യം. അതാണോ അവൻ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്ന്. ഇവിടെ ലമ്മോണ്ട് പിരിച്ചു. യറ ഫീലിയായ ജുംലയാണ്, ഖബർ മുത്തസരിഫായ ഫീലാണ്, ദുആനെ മാനാക്കൊന്നുമല്ല. തുഹ്സുഹു എന്ന് പറഞ്ഞാൽ ക്ലിപ്തമാക്കുക. ലൻ തുഹ്സുഹു നിങ്ങൾക്ക് അള്ളാഹു തആല ചെയ്തെന്ന നിയമത്തും അല്ലെങ്കിൽ എന്താണ് അവിടെ ആയത്തിൽ വിഷയം പറയുന്നത്, ആ കാര്യത്തെ നിങ്ങൾക്ക് ക്ലിപ്തമാക്കാൻ സാധിക്കൂല, കണക്കാക്കാൻ സാധിക്കൂല. പിന്നെ ഔ ലൗ അല്ലെങ്കിൽ ലവ് കൊണ്ട് പിരിക്കണം. സലാദിനെ ലവ് പിരിക്കാനുള്ള പിന്നെ ലവ് കൊണ്ട് പിരിക്കണം. ഇത് വിചാരിച്ച ലവ് അല്ലതേ, ഇത് ഇംതിനായി ആയാലോ. പിന്നെ നഹ്വു ലവിസ്തഖാമു അൻ തീർച്ചയായും കാര്യം ലവിസ്തഖാമു അവർ മുസ്തഖീമായി ജീവിച്ചാൽ എന്ന ലവ് ഇസ്തഖാമു ഇസ്തഖാമ ഇസ്തഖാമ ഇസ്തഖാമു മുസ്തരിഫായ ഫീലാണ്, അതാണ് ഖബറായിട്ട് വന്നത് ജുംല. അപ്പോൾ അതിൻ്റെയും അന്നിൻ്റെയും ഇടയിൽ ലവ് കൊണ്ട് പിരിച്ചു, ഇസ്മ കളയപ്പെട്ടു, ഷൈനിന്റെ ളമീറാണ് അൻ തീർച്ചയായും കാര്യം. മനസ്സിലായില്ലേ? ഇനി പിന്നെന്താ? ഇനി വറുബ്ബമാ ജാഅ ഫി ശിഅരി പലപ്പോഴും ബൈത്തുകളിൽ ഷിഅറുകളിൽ വന്നിട്ടുണ്ട് ബിലാ ഫസ്ലിൻ ഫസ്ലില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊക്കെ ഗദ്യത്തിലേക്കാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഫസ്ലില്ലാതെ മുത്തസരിഫായ പിന്നെ ദ്വാന മാനാക്കുള്ളതല്ലാത്ത മുത്തസരിഫായ ഫീലിയായ ജുംല കൊണ്ട് തുടങ്ങപ്പെട്ട ഫീലിയായ ജുംലയാണ് ഖബറായിട്ട് വരുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഏതെങ്കിലും സാധനം കൊണ്ട് പിരിക്കണം എന്നാ പറഞ്ഞേ. അതൊക്കെ ഗദ്യത്തിൽ. പദ്യത്തിൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഫസ്ലില്ലാതെയും വന്നിട്ടുണ്ട്. അതാ റുബ്ബമാ ജാഅ ഫി ശിഅരി തീർച്ചയായും ഷിഅറുകളിൽ വളരെ ദുർലഭമായി വന്നിട്ടുണ്ട് ബിലാ ഫസ്ലിൻ ഫസ്ലില്ലാതെ. കഖൗലിഹി ഷാഇറിന്റെ ഖൗൽ പോലെ അലിമു അൻ യുഅമ്മലൂന ഫജാദു ഖബല അൻ യുസ്അലു ബി അഅലമി സുഅലി. അലിമു അവർ ഉറപ്പിച്ചു, അവർ മനസ്സിലാക്കി. എന്ത്? അൻ തീർച്ചയായും കാര്യം. നാസിബത്തല്ല ഇത്. നാസിബാണെങ്കിൽ അൻ യുഅമ്മലൂനേ പറയുള്ളൂ. ഇറാബിയാനൂനെ കളി അംസലത്തുൽ ഖംസല്ലേ. അൻ തീർച്ചയായും കാര്യം യു അമ്മലൂന എന്താ കാര്യം? ആ കാര്യമാണ് ഇനി ജുംലായിട്ട് വരിക. എന്നാണ് ഇപ്പോൾ ഈ ജുംലായിട്ട് ഇനി പറയാം. തീർച്ചയായും കാര്യം എന്താ കാര്യം? യു അമ്മലൂന അവരെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കപ്പെടുന്നുണ്ട്, കൊതിക്കപ്പെടുന്നുണ്ട്. അവരെ പ്രതീക്ഷിച്ചിട്ടാണ് ആൾക്കാർ വരിക. നിന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ആ പാവപ്പെട്ട ആളുകളൊക്കെ നിന്നിൽ നിന്ന് വല്ലതും കിട്ടും, വല്ല സഹായം കിട്ടും എന്ന് അവരെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്, അവരിൽ പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ ഫജാദു അവരങ്ങ് ധർമ്മം ചെയ്തു. ഫജാദു ആ ഒരു പ്രതീക്ഷ, ആ ഒരു പിന്നെ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുകയും ഫജാദു അവർ ധർമ്മം ചെയ്യുകയും ചെയ്തു. അലിമു അവർ ഉറപ്പിച്ചു അൻ തീർച്ചയായും കാര്യം യു അമ്മലൂന അവരിൽ അമല് വെക്കപ്പെടുന്നുണ്ട്, കൊതി വെക്കപ്പെടുന്നുണ്ട്, ആഗ്രഹം വെക്കപ്പെടുന്നുണ്ട്, അവരിൽ പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്നുണ്ട്. അത് വരുന്ന ആളുകളൊക്കെ അവരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തെങ്കിലും കിട്ടും കരുതിയിട്ട് വരികയാണ്, എൻ്റെ അടുത്ത് കിട്ടും കരുതിയിട്ട് വരികയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. എൻ്റെ അടുത്തേക്ക് ഇന്നെ കരുതിയിട്ട് വന്നതാണല്ലോ എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ ഫജാദു അവരെന്തായി? ധർമ്മം ചെയ്തു. ഖബല അൻ യുസ്അലു അവരോട് ചോദിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, അവരുടെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ അവർ മനസ്സിലാക്കി ഇന്നെ പ്രതീക്ഷിച്ച് വന്നതാണ് എന്ന്. അപ്പോൾ എന്തെങ്കിലും സഹായം തരണം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ അവർ ധർമ്മം ചെയ്തു. ഖബല അൻ യുസ്അലു അവരോട് ചോദിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. ഇവിടെ ഖബല അൻ അത് മുഖഫവത്തല്ല,
അതിന് ആസിബത്താ അയ്യുസ് അലു നൂനില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ധർമ്മം ചെയ്തു? ബി ആ ബി അഅ്ലമി സുഅലിൻ, ബി അഅ്ലമി സുഅൽ എന്ന് പറഞ്ഞാൽ മായുസ് അലു ചോദിക്കപ്പെടുന്ന കാര്യം. എന്താണോ ചോദിക്കുന്നത് അത്. കാശാണെങ്കിൽ കാശ്, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, എന്താണോ അതിനാണ് സുഅൽ എന്ന് പറയാം. അപ്പോ ചോദിക്കപ്പെട്ട കാര്യത്തിൽ നിന്നും ഏറ്റവും മുന്തിയത് കൊണ്ട് തന്നെ ധർമ്മം ചെയ്തു. ബി അഅ്ലമി സുഅലിൻ, സുഅലിൽ നിന്നും അഅ്ലമായതിനെ അവർ ധർമ്മം ചെയ്തു. ചോദിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് ഏറ്റവും മുന്തിയതിനെ തന്നെ അവർ ചോദിക്കണതിന് മുമ്പ് തന്നെ എടുത്തു കൊടുത്തു. മനസ്സിലായോ? ഇവിടെ നമ്മുടെ വിഷയം അലിമു അൻ, തീർച്ചയായും കാര്യം, യു അമ്മലൂന. ഇവിടെ അൻ യു അമ്മലൂന ചേർന്നാ വന്നത്, ഫസ്ലൊന്നും ഉണ്ടായില്ല, അത് ബൈത്തിലാണ്. ഇവിടെ അൻ യു അമ്മലൂന എന്നത് ഫസ്ലൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ചില ഇമാമാർ നാസിബാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെസ്ബ ഹംസല്ലേ, നൂന് പോവണ്ടേ? അത് ചില ഘട്ടങ്ങളിലൊക്കെ എന്തുണ്ട്, നൂന് നാസിബ് വന്നിട്ട് അന്ന് വന്നിട്ട് നെസ്ബ് ചെയ്യാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഇമാമാരാ. അതിന് 1-2 ഹദീസും ആയത്തൊക്കെ തെളിവായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പോട്ടെ. ഇനി അപ്പം ഇങ്ങനെയൊക്കെയാണ് നിയമം. നേരെ മറിച്ച് വൈംബുദിഅത്ത് ഖബറായിട്ട് വന്ന മുഖഫഫത്തായ അന്നിൻ്റെ ഖബറായിട്ട് വന്ന ജുംല തുടങ്ങപ്പെട്ടാൽ, ആ ജുംലയെ തുടങ്ങപ്പെട്ടു ബി ഫിഅലിൻ ജാമിദിൻ, ജാമിദായ ഫീൽ കൊണ്ടാണ് തുടക്കപ്പെട്ടത്, അല്ലെങ്കിലോ ജാമിദായ ഫീൽ കൊണ്ടാണ് ആ ജുംല തുടങ്ങിയത്. ഔ മുത്തസർരിഫിൻ, അല്ലെങ്കിൽ മുത്തസർരിഫായ ഫീൽ കൊണ്ട് തന്നെയാണ്, പക്ഷേ വഹുവ ദുആൻ, അത് ദുആണ്. മുത്തസർരിഫായ ഫീൽ ആണെങ്കിലും ദുആന്റെ മാനാക്കാം. അങ്ങനെ ദുആന്റെ മാനാക്ക് വന്ന മുത്തസർരിഫായ ഫീൽ കൊണ്ടാണ് തുടങ്ങപ്പെടുന്നതെങ്കിൽ ലം തഹ്തജ്, ആ ജുംല ആവശ്യമാവുകയില്ല ഇലൽ ഫാസിലി, ഫാസിലിന്റെ ആവശ്യമില്ല. ജാമിദായ ഫീൽ ആയ ജുംലയാണെങ്കിൽ അന്നിന്റെയും ജുംലന്റെയും ഇടയിൽ ഫാസിൽ വേണ്ട. അല്ലെങ്കിൽ മുത്തസർരിഫ് ആണെങ്കിലും ദ്വാന്റെ മാനാക്കാണെങ്കിലും ആ ദ്വാന്റെ മാനാക്ക് വന്നതായ ജുംലയാണ് ഖബർ, ആ ഖബറിന്റെയും അന്നാവുന്ന ആമിലിന്റെയും ഇടയിൽ ഫാസിൽ വേണ്ട. മിസാലുൽ ജാമിദി, ജാമിദായ ഫീൽ ഖബറായി വന്നതിന് ഉദാഹരണം വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, വഅൻ തീർച്ചയായും കാര്യം, എന്താ കാര്യം? ലൈസ ലിൽ ഇൻസാനി, മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല, ഇല്ലാ മാ സഅ, ഓൻ അധ്വാനിച്ച ഒന്നല്ലാതെ ഓനിക്ക് ഉറപ്പിച്ച് കിട്ടുന്നത് വേറെ ഏതുമില്ല. മറ്റേതൊക്കെ കിട്ടിയാ കിട്ടി, ഇജ അധ്വാനിച്ചാൽ എനിക്ക് ഉണ്ടാവും നമ്മൾ പറയില്ലേ, പണിക്കോ ആയിക്കോ, പണിക്കോ ആയാൽ എനിക്ക് തിന്നാ എന്ന് പറഞ്ഞ മാതിരിക്കത്തെ ഒരു പ്രയോഗം. പല തവീലുകളും ഇതിനുണ്ട്. ഇത് വെച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള പിഴച്ച വാദം വഹാബികളൊക്കെ പറയാറുണ്ട്. ഇബ്നു തീമിയ അടക്കം ഈ വഹാബികളുടെ പുത്തനാശയക്കാരുടെ ആത്മീയ ആചാര്യനാണ് ആര്? ഇബ്നു തീമിയ. ഇബ്നു തീമിയ അടക്കം ഈ ആയത്തിനെ തവീൽ ചെയ്തിട്ട് വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്, നമ്മൾ വിവരിക്കുന്ന മാതിരി. മനസ്സിലായോ? ഇസ്ലാമിന്റെ സലാഹുദ്ദീനെ തവീൽ ചെയ്തില്ലെങ്കിൽ പറ്റൂല. പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോ മറ്റേതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഇത് ചെയ്താൽ എനിക്ക് അത് അയിമൊരു പ്രതീക്ഷ അർപ്പിക്കാൻ, നിസ്കരിച്ചു പോകാൻ പറ്റുക, എനിക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ. മരിച്ചു പോയിട്ട് പിന്നെ എൻ്റെ മക്കൾ ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണ് അവിടെ ഉദ്ദേശം. അല്ലെങ്കിൽ പിന്നെ വേറെയും പല 5-8 തവീലുകൾ ഇവിടെ ഉണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ. ഒരു മുഫസ്സിർ എന്തായില്ല, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒന്നും ഉപകരിക്കൂല എന്നതിന് ഈ ആയത്ത് തെളിവായിട്ട് പറഞ്ഞിട്ടില്ല. അത് വഹാബികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെ വിഷയം അൻ, തീർച്ചയായും കാര്യം, എന്താ കാര്യം? ലൈസലിൽ ഇൻസാനി, മനുഷ്യനിക്കില്ല, ഇല്ലാ മാ സഅ, അവൻ അധ്വാനിച്ച ഒന്നല്ലാതെ അവനിക്കുണ്ടാവില്ല. ഇവിടെ അൻ മുഖഫഫത്ത് ളമീർ ഇസ്മു മഹദൂഫ്, ലൈസന്റെ ഇസ്മു ഖബർ കൂടി ജുംലയാണ് ഖബർ. ലൈസ നാഖിസായ ഫീലാണ്, ജാമിദാൻ. നാഖിസാണോ അല്ലേ നമുക്ക് വിഷയമല്ല, ജാമിദാൻ. അതുകൊണ്ട് ഫാസിൽ വേണ്ട. വഅൻ അസാ അൻ യകൂന, അല്ലേ? വഅൻ അസാ അൻ യകൂന ഖദ് ഇഖ്തറബ അജലുഹും. വഅൻ അസാ, അവിടെയും അസയാണ്. വഅൻ തീർച്ചയായും കാര്യം, അസാ അൻ യകൂന ഖദ് ഇഖ്തറബ അജലുഹും, അവരൊക്കെ നശിക്കാനുള്ള ടൈം അടുത്തായിട്ടുണ്ടാവാം എന്ന്. ഇവിടെ അസയുടെ പിന്നെ അസയാണ്, അസയുടെ ഇസ്മു ഖബറും കൂടി ജുംലയാണ് എന്ത്? അന്നിന്റെ ഖബർ. അസ ജാമിദായ ഫീലല്ലേ, അസന്റെ മുളാരി എന്താ, മുസ്തർ എന്താ, അതൊന്നുമില്ല അതിന്. പിന്നെ അവിടെയും ഫാസിൽ ഉണ്ടായില്ല. ഐ
അൻ ഹു ലൈസ എന്നുള്ളത്, അൻ ഹു അസ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൂനെ പറയാൻ പാടില്ല. ഇനി മിസാലു ദുആയി, ദുആനിക്ക് മിസാല് മുത്തസരിഫായ ഫീൽ തന്നെയാണ് ജുംലയായിട്ട് വന്നത്. പക്ഷേ അത് ദുആന്റെ മാനാക്കണം ആകുമ്പോഴും ഫാസിൽ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എനിക്ക് മിസാല് മിസാലു ദുആ, ദുആക്ക് മിസാലാവുന്നത് വൽ ഖാമിസത്തു അൻ വളിബല്ലാഹു അലൈഹ, വൽ ഖാമിസത അന്ന വളിബല്ലാഹി അലൈഹ എന്നാണ് നമ്മുടെ ഖിറാഅത്ത്. ആ ഖിറാഅത്തല്ല ഫി ഖിറാഅത്തി മൻ ഖഫഫ അൻ, അന്നിനെ തഖ്ഫീഫാക്കിയ ആളുകളുടെ ഖിറാഅത്ത് പ്രകാരം. എന്നിട്ട് കസറല്ലാദ, ലാദിനിക്ക് കസ്റ ചെയ്തിട്ട് അതിനെ ഫീലുവാക്കി. വൽ ഖാമിസത്തു, അഞ്ചാമത്തെ പ്രാവശ്യത്തിൽ അഞ്ചാമത്തെ പ്രാവശ്യമാവുന്ന അൻ, തീർച്ചയായും കാര്യം. വളിബല്ലാഹു, അല്ലാഹു തആല ലഅനത്ത് ചെയ്യട്ടെ, അല്ലാഹു തആലാന്റെ വളബുണ്ടാവട്ടെ, അലൈഹ, ആ പെണ്ണിന്റെ മേൽ അല്ലാഹുവിന്റെ വളബുണ്ടാവട്ടെ എന്നാണ് അഞ്ചാമത്തെ കാര്യം. മനസ്സിലായോ? ഖാമിസത്തു അൻ, തീർച്ചയായും കാര്യം. വളിബല്ലാഹു, അല്ലാഹു തആല വളബ് ചെയ്യട്ടെ, അല്ലാഹു ലഅനത്ത് ചെയ്യട്ടെ. ദുആന വനക വളിബ മുസ്തരിഫായ ഫീല, വളിബ യാ വളിബു, വളിബ യാ വളബു, വളബൻ ഫവാദിബുൻ, വളിബ വളിബ വളിബു മാലി മുലാരി അംറു നഹി മസ്ദർ ഒക്കെ ഉണ്ട്. പക്ഷെ ദുആന്റെ മനാക്കായതുകൊണ്ട് അൻ വളിബ ഫാസിലില്ലാതെ വന്നു. മനസ്സിലായില്ല? പിന്നെ ലിആൻ ചെയ്യുന്ന വിഷയമാണ് ഈ പറയുന്നത്. ഓക്കെ, അതെന്തോട്ടെ, നമുക്ക് നമ്മളെ വിഷയം എന്താ? അൻ മുഖഫഫത്താണ്, ദുആന്റെ മാനാക്കായതുകൊണ്ട് ഫാസിലില്ലാതെ വന്നു. വളിബ മുസ്തരിഫായ ഫീലൊക്കെയാണ്. ഇനി അമ്മ കഅന്ന മതില്ലേ. ഇനി കഅന്നനെ മുഖഫഫത്താക്കിയാൽ എന്താ ഹുക്മെന്ന? വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.